മന്നാ പ്രതിദിനമന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. ദൈവിക കൂട്ടായ്മയിലൂടെ അബ്രഹാമിന് ലഭിച്ച വെളിപ്പാട്. ഉൽപ്പത്തി 18:10. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഉൽപ്പത്തി 18:20. യഹോവ പിന്നെ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്ന മനോഹരമായ ദൃശ്യം നമ്മൾ കാണുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം അവനോട് സംസാരിക്കുന്നു. ആ സന്ദർശനത്തിൽ അബ്രഹാമിന് 2 മഹത്തായ വെളിപ്പാടുകൾ ലഭിച്ചു. ദൈവവുമായി വളരെ മാധുര്യമേറിയ കൂട്ടായ്മ അബ്രഹാം ആസ്വദിച്ചപ്പോൾ ഇസഹാക്കിന്റെ ജനനത്തെക്കുറിച്ചും സോദോമിന്റെ നാശത്തെക്കുറിച്ചും ദൈവത്തിൽ നിന്ന് അവന് വെളിപ്പാട് ലഭിച്ചു. അനുഗ്രഹത്തിന്റെ വെളിപ്പാട്, ന്യായവിധിയുടെ വെളിപ്പാട്. ദൈവത്തോടുള്ള അടുപ്പം നമുക്ക് വെളിപ്പെടുത്തലുകളെ നൽകുകയാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ചില പാഠങ്ങൾ നോക്കാം. ഒന്നാമതായി, വാഗ്ദത്തത്തിന്റെ വെളിപ്പാട്. വചനം 10. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും. അസാധ്യതയുടെ മേൽ ദൈവത്തിന്റെ പ്രഖ്യാപനം. അബ്രഹാം വയസ്സായവൻ, സാറ വയസ്സായവൻ. മനുഷ്യരീതിയിൽ ഒരു മകൻ ജനിക്കുക അസാധ്യം. എന്നാൽ ദൈവം അസാധ്യതയെ സാധ്യമാക്കുന്നു. 18:14 ദൈവം ചോദിക്കുന്നു, യഹോവയ്ക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ അസാധ്യമായി തോന്നാം. ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ്. എന്നാൽ ദൈവം പറയുമ്പോൾ അസാധ്യം സാധ്യമായി മാറുന്നു. വൈകിയ വാഗ്ദത്തം, എന്നാൽ റദ്ദായിട്ടില്ല. ദൈവം മുമ്പ് തന്നെ വാഗ്ദത്തം നൽകിയിരുന്നു. ഉൽപ്പത്തി 12-17 അധ്യായങ്ങൾ. പക്ഷെ അത് ഉടനെ നിറവേറിയില്ല. വർഷങ്ങൾ കടന്നുപോയി. കാരണം ദൈവത്തിന്റെ സമയം മനുഷ്യന്റെ സമയത്തേക്കാൾ വ്യത്യസ്തമാണ്. വൈകുന്നത് നിരസിച്ചതല്ല, കാത്തിരിപ്പാണ്. വിശ്വാസത്തെ വളർത്തുകയാണ്. ചിരിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് സാറ ആദ്യം ചിരിച്ചു. 18:12 അത് സംശയത്തിന്റെ ചിരിയായിരുന്നു. പക്ഷെ പിന്നീട് അവൾ വിശ്വസിച്ചു. എബ്രായർ 11:11. ദൈവം നമ്മുടെ സംശയത്തെ വിശ്വാസമാക്കി മാറ്റുന്നു. ഇതിലൂടെ ലഭിക്കുന്ന പാഠം, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ ശക്തമാണ്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാം. രണ്ടാമതായി, ന്യായവിധിയുടെ വെളിപ്പാട്. വചനം 20. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഇവിടെ ദൈവം മറ്റൊരു കാര്യവും വെളിപ്പെടുത്തുകയാണ്. ദൈവം പാപത്തെ കാണുന്നു. സോദോം ഗോമോറ പാപത്തിൽ മുങ്ങിയ നഗരമായിരുന്നു. പാപത്തിന്റെ നിലവിളി സ്വർഗത്തിൽ എത്തി. ദൈവം സ്നേഹവാനാണ്, പക്ഷേ അവൻ നീതിമാനുമാണ്. അതിനാൽ ദൈവത്തിന് പാപത്തെ അവഗണിക്കാനാവില്ല. ദൈവം തന്റെ സുഹൃത്തിനോട് രഹസ്യം മറക്കുന്നില്ല. ഉൽപ്പത്തി 18:17 ദൈവം പറയുന്നു, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. അതിനാൽ ദൈവത്തിന്റെ സുഹൃത്തിനോട് ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, ദൈവത്തോടുള്ള അടുപ്പം വെളിപ്പെടുത്തലുകൾക്ക് വഴിയൊരുക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭം. ഈ വെളിപ്പാട് കേട്ട ശേഷം അബ്രഹാം എന്താണ് ചെയ്തത്? അവൻ പ്രാർത്ഥിച്ചു, നീതിമാന്മാർക്കായി അപേക്ഷിച്ചു. 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ 40, 30 അവൻ ജനങ്ങൾക്കായി നിലകൊള്ളുകയാണ്. ഇതിലൂടെ ലഭിക്കുന്ന പാഠം, വെളിപ്പെടുത്തലുകൾ ലഭിച്ചാൽ അത് നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കണം എന്നതാണ്. അബ്രഹാമിന് ലഭിച്ച 2 വെളിപ്പാടുകൾ. 1, അനുഗ്രഹത്തിന്റെ വാഗ്ദാനം, ദൈവം ജീവൻ നൽകുന്നവൻ. 2, ന്യായവിധിയുടെ മുന്നറിയിപ്പ്, ദൈവം നീതിയുള്ളവൻ. ദൈവം അനുഗ്രഹിക്കുന്നവനും
ന്യായം വിധിക്കുന്നവനും ആണ്. ദൈവത്തോടുള്ള സൗഹൃദം വെളിപ്പെടുത്തലുകൾക്ക് വഴിയൊരുക്കും. അവസാനമായി, നാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? നാം പാപികളായവർക്കായി പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ? ദൈവത്തോടുള്ള ശരിയായ അടുപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ദൈവം എപ്പോഴും നമ്മോട് ഇടപെടുന്ന രണ്ട് അടിസ്ഥാന കാര്യങ്ങളാണിവ. ഇസഹാക്കിന്റെ ജനനം, അത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോദോമിന്റെ നാശം, പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇസഹാക്ക് വരണം, സോദോം പോകണം. ഇതിനർത്ഥം ക്രിസ്തു ഉള്ളിലേക്ക് വരികയും പാപം പുറത്തേക്ക് പോകുകയും വേണം എന്ന് ചിന്തിക്കാം. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതും ലഭിക്കാനിരിക്കുന്നതുമായ എല്ലാ വെളിപ്പെടുത്തലുകളും പ്രധാനമായും ഈ രണ്ടു കാര്യങ്ങളെക്കുറിച്ചാണ്. അനുലോമ വശത്ത്, അതായത് പോസിറ്റീവ് വശത്ത് ക്രിസ്തുവിനെയും, പ്രതിലോമ വശത്ത് അഥവാ നെഗറ്റീവ് വശത്ത് പാപത്തെയും സംബന്ധിച്ചുള്ളതായിരിക്കും. അനുലോമ വശത്ത് നാം ക്രിസ്തുവിനെ കൂടുതൽ കാണുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുക. എന്നാൽ പ്രതിലോമ വശത്ത് നമ്മുടെ പാപങ്ങളെ കാണുകയും, കർത്താവെ, എന്നിൽ ഇപ്പോഴും ധാരാളം സ്വാർത്ഥതയും വെറുപ്പും അസൂയയും ഉണ്ട്, എനിക്ക് ധാരാളം പരാജയങ്ങളും കുറവുകളും പാപകരമായ കാര്യങ്ങളും ഉണ്ട്, കർത്താവെ, ഞാൻ ഇവയെ വിധിക്കുകയും അവയെ നശിപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവിക വെളിപ്പാടുകൾ, ഇസ്ഹാക്കിന്റെ ജനനവും സോദോമിന്റെ നാശവും, ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ഇന്നും അങ്ങയുടെ ഭക്തന്മാർക്ക് തിരുവചനത്തിലൂടെ നൽകുന്നതിനായി സ്തോത്രം. ആ വെളിപ്പെടുത്തലുകൾ ലഭിച്ചവരായി ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളേവരെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മന്നാ പ്രതിദിന മന്നാ സമൃദ്ധമായ